സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷ ധൂർത്ത് തുടരുന്നു. പ്രചാരണത്തിനും പരിപാടികൾക്കുമായി 5 കോടിയിലധികം രൂപയും മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് പുതിയ ഉപകരണങ്ങൾ വാങ്ങാൻ 4 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. കൂടാതെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്രാ ചെലവിനത്തിൽ 8 കോടി കൂടി വേണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പരസ്യത്തിന് മാത്രം 20 കോടി വകയിരുത്തിയതിന് പിന്നാലെയാണ് ഇത്. പ്രജിത് മോഹനൻ ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി നൽകും. പ്രജിത്ത്, സാധാരണ ജനങ്ങൾക്ക് നൽകാൻ മാത്രമാണോ അപ്പോൾ കാശില്ലാത്തത്? നമ്മുടെ ക്യാമറ ഏതൊക്കെ ദൂർത്തുകളുടെ വാർത്ത നൽകിയിട്ടുണ്ട്, ഏതൊക്കെ ദൂർത്തുകൾ ഇനിയും പുറത്തു കൊണ്ടുവരാനുണ്ടെന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ തല കറങ്ങുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത്രയധികം ദൂർത്തുകൾ ഇത്തരത്തിൽ സർക്കാർ ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒന്ന്, ഈ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ വരുന്നു. ഈ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വലിയ രീതിയിലുള്ള പദ്ധതികൾ എന്ന് പറയുമ്പോൾ പരിപാടികളാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന 4ാം വാർഷികാഘോഷങ്ങളുടെ പരസ്യത്തിന് വേണ്ടി മാത്രം ഹോർഡിങ്ങുകളും മറ്റും സ്ഥാപിക്കാൻ, ബസ്സിലും മറ്റുമൊക്കെ പരസ്യം നൽകാൻ വേണ്ടി ഏതാണ്ട് 20 കോടി 70 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ച കാര്യം കഴിഞ്ഞ ദിവസം ജനം ടി വി തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. അതിനൊപ്പമാണ് ഈ പറയുന്ന പരിപാടിക്കായി വീണ്ടും കൂടുതൽ തുക ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഏപ്രിൽ 21 മുതൽ മെയ് 23 വരെ നീളുന്ന 7 ദിവസം നീളുന്ന എല്ലാ ജില്ലാ തലങ്ങളിലും 7 ദിവസത്തെ ഒരു എന്റെ കേരളം പ്രദർശന വിപണന മേള സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ പണം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 5 കോടി 20 ലക്ഷം രൂപയാണ് ഈ പരിപാടിയുടെ ഭാഗമായി മാത്രം സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഓരോ പരിപാടികളും ഇപ്പോൾ പ്രധാനപ്പെട്ട പരിപാടികൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തുക വകയിരുത്തിയിരിക്കുന്ന ഇനങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന്, എല്ലാ ജില്ലകളിലും PRDയുടെ തീം ഏരിയ ഒരുക്കാൻ മാത്രം 1 കോടി 96 ലക്ഷം. അപ്പോൾ ഈ പ്രദർശന വിപണന മേളകളിൽ PRDയുടെ തീം ഏരിയ, PRDയുടെ ഒരു സ്റ്റാൾ ഒരുക്കുന്നതിന് വേണ്ടി മാത്രം 1 കോടി 96 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരിക്കുന്നു. വിവിധ കലാപരിപാടികൾ നടത്തുന്നതിന് വേണ്ടി മാത്രം 2 കോടി 10 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരിക്കുന്നു. അങ്ങനെ ആകെ 5 കോടി 20 ലക്ഷം രൂപയാണ് ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. ഈ പറയുന്ന സർക്കാരിന്റെ വാർഷികാഘോഷത്തിന് അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ 20 കോടി അനുവദിച്ചതിന് പിന്നാലെയാണ് ഈ തുക നൽകിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് മുഖ്യമന്ത്രി എല്ലാ ജില്ലകളിലും ഈ പറയുന്ന വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സന്ദർശനം നടത്തുന്നുണ്ട്. ജില്ലാതല യോഗങ്ങളിൽ പങ്കെടുക്കുന്നു, മേഖലാതല അവലോകന യോഗങ്ങളിൽ മന്ത്രിമാരടക്കമുള്ളവർ പങ്കെടുക്കുന്നു. സംസ്ഥാനതല പരിപാടികൾ വിവിധ ജില്ലകളിൽ വെച്ച് നടത്തുന്ന സംസ്ഥാനതല പരിപാടികളിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഈ പരിപാടികൾക്കെല്ലാം മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ യാത്ര പോകേണ്ടതുണ്ട്. ഈ യാത്രയ്ക്ക് വേണ്ടി യാത്രാക്കൂലി ഇനത്തിൽ ഒരു 8 കോടി രൂപ കൂടി അനുവദിക്കണം എന്നുള്ളത്, ഇതിന്റെ ചെലവുകളുടെ ഭാഗമായി ഒരു 8 കോടി രൂപ കൂടി അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും അനുവദിക്കാനുള്ള നടപടിക്രമങ്ങളുമായി ധനവകുപ്പ് മുന്നോട്ട് പോകുന്നു. ഒപ്പം മുഖ്യമന്ത്രി യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയ ടീമിനെ നല്ല ആക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് വാങ്ങാനും ക്യാമറ വാങ്ങാനും മൈക്ക് വാങ്ങാനും ഒക്കെ ഏതാണ്ട് 4 ലക്ഷം രൂപ കൂടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം. അങ്ങനെ ഈ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് 35 കോടിയോളം രൂപ നിലവിൽ സർക്കാർ ഈ പറയുന്ന വാർഷികാഘോഷങ്ങളുടെ മുന്നൊരുക്കങ്ങൾക്കും അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കുമായി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സർക്കാരിന്റെ PR പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നതിന് തുക അനുവദിക്കുന്നതിന് യാതൊരു മടിയും സർക്കാരില്ല. അതിനൊരു ട്രഷറി നിയന്ത്രണവും സർക്കാരിനെ ബാധിക്കുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ ബാധിക്കുന്നില്ല. പക്ഷേ ആശമാരും CPOമാരും ഒക്കെ വനിതാ സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിലുള്ളവരും ഒക്കെ സമരം തുടരുന്നു. അവർക്ക് ഹോണറേറിയം വർദ്ധിക്കാനും ജോലി നൽകാനുമുള്ള, അല്ലെങ്കിൽ അത്തരം മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാനുള്ള തുക മാത്രമാണ് സർക്കാരിന്റെ കയ്യിലില്ലാത്തത്. പരസ്യ പ്രവർത്തനങ്ങൾക്കും സർക്കാരിന്റെ പരിപാടികൾക്കും ഇഷ്ടപ്പെട്ടവർക്ക് അധിക യാത്രാബുദ്ധയും മറ്റുമൊക്കെ അനുവദിക്കുന്നതിനുമൊക്കെ ഇഷ്ടംപോലെ പണം സർക്കാരിന്റെ കയ്യിലുമുണ്ട് എന്നുള്ളതാണ് നിലവിലത്തെ അവസ്ഥ. അനു.